ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമ്മുടെ ആദം ബേബി ഇന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ആദം ബേബിനെ കാണാത്ത കാരണം ഒരു വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആദം ബേബി അടുത്തുള്ള രണ്ട് വീഡിയോസിൽ ഉണ്ടായില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദം ബേബി ഫുൾ ഉണ്ട് കേട്ടോ. കോൽമിഠായി എത്ര മിഠായി വേണം? എന്നിട്ട് വേണ്ട കൊച്ചിന് നാണം പറയേ. എന്നിട്ട് വേണ്ട വണ്ടി കൊണ്ട് പോണതോ വരട്ടാ. ബൈ ബൈ. ഉമ്മാനെ ഉമ്മ ഇങ്ങോട്ട് മുന്നേക്ക് ഉമ്മ തരായിരുന്നതാ. ചക്കുട് ഓളോ ചെയ്തിട്ടാ മുമ്പൊക്കെ എടുത്തിട്ടാ. ബൈ ബൈ. ചക്കുടുകളും ഉമ്മാനുണ്ടാ ബയോ ഉമ്മതാ. മിഠായി മേടിച്ചിട്ട് വരാട്ടാ. കൊച്ചിന് മിഠായി മേടിച്ചിട്ട് ഓടി വരാട്ടാ. അമ്മ മിഠായി മേടിക്കാൻ പോണ്ടത് എത്ര മിഠായി വേണം പറയേ. ബൈ ബൈ. കൊച്ചു ചെരുപ്പ് എടുക്കാനെന്നൊരു പോണ. അമ്മാമേ ആദ്യത്തിന് മിഠായി വാങ്ങിച്ചിട്ട് വരാന്ന്. അമ്മാമ്മയുടെ ഒരുക്ക് എത്ര നേരമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ എന്തായാലും പൊക്കോ. അമ്മാമേ ആദ്യത്തിന് മിഠായി വാങ്ങിക്കാൻ പോയേക്കല്ല. ചിരിക്കുന്ന് അമ്മാമേ. അമ്മാമ്മ പോരുന്നേ. കോഴി ആദ്യം നോക്കി കോഴി കൊക്കണം. അവിടെ നിന്ന് കോഴി കൊക്കണണ്ട. അമ്മാമ്മ പോയി. ഇപ്പൊ ഞാനും രണ്ട് കുട്ടികളും കൂടി ഫസ്റ്റ് ടൈം നിൽക്കാൻ പോകും. ഇത്ര ദിവസം ഞങ്ങൾ മൂന്ന് പേരോട് ഒരുമിച്ച് അത് നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ അമ്മച്ചിയും അല്ലെങ്കിൽ അപ്പച്ചനാ ആരെങ്കിലും ഉണ്ടാവാറുണ്ട്. ആദ്യമായിട്ടുണ്ട് അപ്പം ഞാനും ആദ്യം ബേബിയും ഉണ്ണിയും കൂടി ഒരുമിച്ച് നിൽക്കാൻ പോണ്. കുറുമ്പുകൾ പറയാ വരെ കുറുമ്പ് കണക്കില്. ആദത്തിന് എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ ആദത്തിന്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഉണ്ണിയുടെ മേത്തേക്ക് ചെറുതായിട്ട് കൈയൊന്ന് പോകും. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ട്രാപ്പാക്കി ഇരുത്തിയേക്കാണ്. ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യും. നമ്മുടെ ആദം ബേബി എന്നിട്ട് ചെയ്യണെന്നറിയോ? ഉണ്ണി ഇവിടെ കളിക്കാണ്. അവന്റെ വായിൽ കൈവച്ച് കൊടുക്കല്, അവന് ഉമ്മ കൊടുക്കല്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ആദംകൂട്ടം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് വലിക്കല്. രണ്ടെണ്ണത്തിന് കൂടി മാനേജ് ചെയ്യാൻ വളരെ പാടാണ്. എന്നാലും ഞാൻ ഇങ്ങനെ ഇവനെ പിടിച്ചിരുത്തേക്കാം. ഇവനെ അവൻ്റെ അടുത്തേക്ക് കിടന്ന് അവനെ കളിപ്പിച്ച് ഇവനെ അസൂയ. അപ്പൊ ഇവൻ്റെ അടുത്തേക്ക് കിടന്ന് ഇവനെ കളിപ്പിക്കണം. എൻ്റെ ദൈവമേ, ആദ്യമായിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഇവർ രണ്ടുപേരും. ദൈവമേ, ഇതിപ്പോ അമ്മാമ്മ പോയതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട്. അവൻ കണ്ടൂല പോണത്. അമ്മച്ചി ആവാൻ എനിക്കണേലും മുന്നേ പോവാന്ന് വിചാരിച്ചത്. പക്ഷെ അവൻ എനിറ്റപ്പോഴാണെങ്കിൽ അമ്മച്ചി പോണേലും മുന്നേ അവൻ എനിറ്റു. അല്ലെങ്കിൽ അമ്മച്ചി പോയി കഴിയുമ്പോഴവൻ എനിക്കാറ്. ആദ്യത്തിനെ ഇപ്പൊ ഒരു ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്തൊന്ന് പല്ലേപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുന്നു. ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല. അതിന്റെ ബ്രഷിന്റെ അതും പല്ല് തേച്ചാ. അത് എനിട്ടിട്ട് പല്ല് തേച്ചാ. അമ്മാമ്മ വരൂ. ആളിതേ ഇവിടെ വന്ന് നിക്കാട്ടാ. കൊച്ചു പോയപ്പോണെങ്കിൽ വിളിക്കായിരുന്നു. അമ്മാമനറിയോ? അമ്മാമ്മ പാപ്പോണ്. പാപ്പൊന്നും വേണ്ട കൊച്ചിന്. കൊച്ചു അപ്പ തുടങ്ങി ചെല്ലട വളർന്ന് നോക്കിക്കണ്ട. അമ്മാമ്മന്ന് അമ്മേ. എന്നിട്ട് പോപ്കോൺ ആദ്യത്തിന് മഞ്ച് മിക്സർ റസ്ക് ബിസ്ക്കറ്റ് എന്തോരം സാധനങ്ങൾ അമ്മാമ്മ കൊണ്ട് നിൽക്കണ. എനിക്ക് എണീക്കണില്ല. എവിടെയൊക്കെ അറിയാൻ
കറി എന്താ വേണ അമ്മച്ചി ഇവന് കഞ്ഞി കൊടുത്തന്നെ ഭംഗിയെ അകത്ത് വിതച്ചിട്ടുണ്ട് അവൻ. പോയി പോയി എനിക്ക് പൊട്ടിച്ച അമ്മാമ പൊട്ടിക്കുന്നു. ഈശോയെ അമ്മാമ്മയുടെ പല്ലിപ്പോ പറഞ്ഞു വരുന്നു തന്നെ. അപ്പൊ അമ്മാമ്മക്ക് അതൊരു കത്രിക എടുത്ത് കട്ട് ചെയ്താ പോരെ. ശരിയുള്ള അമ്മച്ചി പറഞ്ഞത്. എവിടെയോ കറിയോ എന്താ മണുണ്ടല്ലോ. അമ്മാമ കാണിച്ചതോ. ആഘോസിനല്ലേ കപ്പലണ്ടി മിഠായി മഞ്ച് ദൈവം. അത് ഇത്തിരീശ തിന്നിട്ടാ. അത് ഉണ്ടേട്ടാ അമ്മച്ചി. കടിച്ചിട്ട് ഇത്തിരി കൊടുത്താ മതി. പറയാൻ പറ്റില്ല അവന്റെ കാര്യം ചെയ്തോണ്ട്. ഓഫ് തുറക്കണ മറച്ചോണ്ട് ഇന്നേ കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്ന് ആദ്യമായിട്ട് ഇപ്പൊ ഞാൻ ജനിച്ചിട്ട് 90 ഇന്നത്തേക്കണോ നാളത്തേക്കണോ 90 ദിവസമായി. അപ്പൊ അമ്മച്ചി ഇന്നാണ് ആദ്യമായിട്ട് പള്ളിയിൽ പോയത്. 90 അപ്പൊ ഇത്ര ദിവസം കൂടി ദിവസം കൊണ്ട് നോക്കുമ്പോ 90, മാസം കൊണ്ട് നോക്കണെങ്കിൽ 13-ാം തീയതി ആവാം. അപ്പൊ മാസത്തിൽ 31 ദിവസമൊക്കെ. ഇപ്പൊ അമ്മച്ചി പോയി വന്നു. ഒന്ന് ടെസ്റ്റ് ചെയ്താന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ഒറ്റയ്ക്കാക്കിട്ട് പഠിക്കാനുള്ളവള് രണ്ടിടത്തിൽ നോക്കി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവൾക്ക് നോക്കി പഠിക്കണ്ടേ. അതിന് വേണ്ടിട്ട് ട്രെയിനിങ് അത് കരഞ്ഞ കുറെ അവനാദ്യം എല്ലാവരും അതായിട്ട് ഞാൻ വാലോന്നു. അപ്പൊ തന്നെ അങ്ങോട്ട് പോകാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പൊക്കം നിന്നെ ജാക്കി പിടിക്കുന്നു പറഞ്ഞു. അപ്പൊ തിരിച്ചു വന്നു. ഇപ്പൊ ഇത്ര നേരം പുറത്തിരിക്കുന്നു. ഇന്നൊരുത്തന്റെ പരിപാടിയാ. കബോർഡിൽ ഇരിക്കുന്ന എല്ലാ കൊട്ടകളും തൊട്ടികളും ഒക്കെ എടുത്ത് കൊടുന്ന് വന്നിട്ട് മീൻ വേണോന്ന് അതിന്. മീൻ വേണോന്ന് വെച്ചേ. മീൻ വേണോ? മീൻ അമ്മ പേരക്കന്നെ പേരക്ക. അത് ശരി. ചേവണ കറി. ഇന്നത്തെ സ്പെഷ്യൽ കറി എന്താണ്? പോർക്കും കൊള്ളിയ. അപ്പൊ കായിട്ട് വെക്കുന്നു പറഞ്ഞിട്ട് ഇന്നലെ അമ്മച്ചി ഭയങ്കര ഡിസ്കഷനിലായിരുന്നു. ഒന്ന് നമുക്ക് പോർക്ക് വെച്ചിട്ട് കായിട്ട് വെക്കാന്ന്. കായിട്ട് നാളെ വെക്കാന്ന്. അപ്പൊ ഇന്ന് പോർക്ക് കൊള്ളി നിലക്കില്ല നാളേക്ക് കൊള്ളി കൊണ്ടുവച്ചിട്ടുണ്ടോ. അതുകൊണ്ട് ഇന്ന് പക്ഷെ കൊള്ളിയുള്ള കൊള്ളിട്ട് വെക്കാം. കായിട്ട് നാളെ വെക്കാം. ഇപ്പൊ കട തുറന്നാൽ ഞങ്ങക്ക് സാധനങ്ങൾക്ക് ക്ഷാമല്ലാതെ കിട്ടുന്നുണ്ട്. ക്ഷാമായിരുന്നു. ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാകും. മേടിക്കാൻ പോകാനും സാധനങ്ങൾ കിട്ടാണ്ടും. ഇപ്പോഴാണ് അമ്മച്ചിയുടെ ദാരിദ്ര്യം അറിയുന്നത്. സത്യം പറഞ്ഞ അങ്ങനെ പച്ചമുളകൊക്കെ മേടിച്ചിട്ട് അമ്മച്ചിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ സാധനങ്ങളും എന്താ പറയാ ക്ഷാമല്ലാണ്ട് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. വാങ്ങിച്ചു തുടങ്ങി ഇപ്പോഴാണ് വില അറിഞ്ഞത്. അല്ലാണ്ട് ദാരിദ്ര്യം എന്നല്ല. ദാരിദ്ര്യം എന്ന് പറയുമ്പോ രണ്ടർത്ഥണ്ട്. അതന്നെ അപ്പച്ചനെ കൈ പിടിച്ചു കൊണ്ടാ വലിയ ഇതല്ല ചോദിച്ചു. അമ്മച്ചോട് പള്ളി പോയപ്പോ ആൾക്കാർ എന്ത് ചോദിച്ചെന്ന്? എനിക്ക് തന്നെ പള്ളിയിലാക്കുന്ന എങ്ങനെയാണ് ദൈവം തമ്പുരാനറിയാം. വണ്ടിമ്മ പോയേ നടന്നപ്പോഴാണ് പണിയിട്ട് തന്നതൊക്കെ ഇറങ്ങി നിനക്ക് തരില്ല. എന്നോട് എന്നെ കെട്ടിയ വിളിച്ചപ്പോ പറയണ്ട നീ നിനക്ക് അമ്മച്ചിയുടെ കൂടെ കൊച്ചിനെ പറഞ്ഞുവിടാനില്ലേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന് അമ്മച്ചിയുടെ കൂടെ ഇവനെ പറഞ്ഞു വിട്ടിട്ട് അമ്മച്ചി പള്ളിയിൽ കുർബാനാണ് പോയത് ഇവന്റെ പിന്നാലെ ഓടാൻ പോയതല്ലാന്ന് പറഞ്ഞു. ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ. അവിടെ ഒരു സ്ഥലത്ത് അമ്മച്ചിനെ ഇരുത്തില്ല. അമ്മച്ചിക്കാണെങ്കിൽ പിന്നാലെ ഓടാനും പറ്റില്ല. ഇവിടെ അമ്മച്ചി പോയിട്ട് പള്ളിയിൽ ദൂരണ്ട് അമ്മേ. ഈശോ ഇവൻ എന്റെ കയ്യിൽ കയറി ഡാൻസ് കളിക്കണ കേട്ടോ. പള്ളിക്ക് നമുക്ക് കുറച്ച് ദൂരമുണ്ട് നടന്ന് പോകാൻ വേണ്ടിട്ട്. പിന്നെ ഇവനെ കൊണ്ട് പോകാനും പറ്റില്ല. പിന്നെ അമ്മച്ചി പോയി കഴിഞ്ഞിട്ട് ഇവൻ നമ്മള് വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ ഈ ജല്ലയുടെ അവിടെ നിന്ന് അമ്മേ ഇതന്നെ ഞാനന്ന് ഹോസ്പിറ്റലിൽ അപ്പച്ചനെ കൊണ്ടുപോയി ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു. അതിലും ഇങ്ങനെ തന്നെ ഇരുന്നത് പറയണ്ടായി അമ്മച്ചി. പോയപ്പോ തുടങ്ങി ടക്കോ അല്ല
ഉടുപ്പ് പഠിപ്പിക്ക് ചക്കുപ്പ് 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 ചിരിക്കണൊക്കെ അവനറിയത്. ഉപ്പ് അതെന്തിട്ട് പറയാറ് ഉണ്ണിയമ്മാന്ന് പറഞ്ഞേ? ഉണ്ണിയമ്മാമ ഉണ്ണിയമ്മാമ ഉണ്ണിയമ്മാമ. ഉണ്ണീനെ അമ്മാവനിൽ കൊടുക്കാൻ പറയണ്ട ഉണ്ണിയമ്മാമ. അവള് കൊച്ചിനെടുത്ത് അപ്പൊ പറയും ഉണ്ണിയമ്മ. എന്നോട് എടുക്കാൻ കൊച്ചിന്, അവന്റെ കൊച്ചിനെ എന്നോട് എടുക്കാൻ വേണ്ട. അവനിഷ്ടം. അമ്മേനെ കൊണ്ട് അവനിടിപ്പിക്കാനാണ് അവന്റെ അമ്മയുടെ ഒക്കെ തീറിയിരിക്കും. ഒന്നും മനസ്സിലാക്കിയില്ല. സ്വയമായിട്ട് അമ്മച്ചിക്ക് മനസ്സിലായി അമ്മച്ചി മണ്ടിയെന്ന്. ചെറുപ്പത്തിട്ടാണ് കേട്ട് നോക്കാൻ വരാൻ വിചാരിച്ചു. പക്ഷെ വെച്ചിട്ട് ഞാൻ സമയം നോക്കിയ 12:30 ആയിട്ടാ. അത് നമുക്ക് പ്രശ്നമൊന്നുമല്ല. നമ്മള് ചോറിനിടുന്ന 2 എത്ര മണിക്ക്? 3 മണിക്ക്. ഉച്ചക്കലത്തെ 3 മണിക്ക്. അമ്മ ചേച്ചിമാർക്ക് ഹായ് കൊടുത്തേ. ഹായ്. ആ ചേച്ചിമാർക്ക് ഹായ് കൊടുത്തേ. നിന്റെ അന്വേഷിച്ചവർക്ക് കൊടുക്കണില്ലേ? ഇല്ല, ഒന്നും കൊടുക്കണില്ല. നോക്കിയേ ആ ഗ്യാപ്പിലേക്ക് കേറി. ആ അതിന് തന്നെയാ, അതിനുള്ള പുറപ്പാടാണ് അവൻ ചെയ്തോണ്ടിരിക്കണേ. അമ്മച്ചിക്ക് കൊറേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് ചാലക്കുടിക്ക് പോകാണ്ട്. എന്നിട്ടാന്നറിയോ സാരി വാങ്ങുന്ന, സാരി അലമാരി നിറച്ച് അട്ടിയിട്ട് പോലെ കൊറേ സാരി വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഒരു സാരി പോലും എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നും അമ്മച്ചിക്ക് പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും ആകെ പള്ളിക്ക് പോകാറുള്ളൂ. അതിന് രണ്ട് ഇത് ചിരിക്കണോക്ക് 2 സാരി എടുക്കും. ഞാൻ നാളെ സാലമാരി വന്ന് നോക്കിയപ്പോ എന്നോട് പറയണ്ട ഈ സാരി വേണ്ട, ഈ സാരി വേണ്ട. എടുത്ത് കൊറേ സാരികൾ അട്ടിയിട്ട് വെച്ചിട്ട് ഇതുവരെ ഒന്നും ഉടുക്കൂല. ഞാൻ പറഞ്ഞു ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല ആ സാരികളൊന്നും. എന്നിട്ട് പഴയ സാരികൾ എടുത്തോണ്ട് പോയിട്ട് വന്ന പുതിയത് എടുത്തോണ്ട് പോയാൽ പള്ളിയിൽ പോയാൽ കേടാവുന്നു. എന്റെ ബൈക്ക് സ്റ്റാർട്ടാക്കാൻ പോകുന്നു കേട്ടാ. ഞാൻ അച്ചാച്ചനെ കണ്ടു വന്നപ്പോഴല്ലേ, അച്ചാച്ചൻ വന്നപ്പോ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടവൻ കിക്കർ അടിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ വണ്ടി സ്റ്റാർട്ടാവാണ്ട് അച്ചാച്ചനോട് സ്റ്റാർട്ടാക്കിക്കാൻ നോക്കുക. ആ അപ്പൊ തുടങ്ങിയതായി സ്റ്റാർട്ടാക്കല് ഈ കാരണം പണിത് സാധനം സംഭവമൊന്നുമില്ല. എന്നാലും വെറുതെ സ്റ്റാർട്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പോർക്കും കൊള്ളിയും റെഡി ആയിട്ടുണ്ട്. ചൂട് പോകണ്ട നിങ്ങള് ഇതേക്കണ്ട. പോർക്കും കൊള്ളി, പിന്നെ രാവിലെ ഉണ്ടാക്കിയ ക്യാരറ്റ് ഉപ്പേരി ഉണ്ട് കേട്ടോ. അപ്പാപ്പ വന്നാച്ചിന് അപ്പൊ കുയ്യ കഴിക്കണം. കുളിപ്പിച്ച അപ്പാപ്പനെ കുളിപ്പിച്ച അതേ സാരി പറിച്ചുവിട്ടാ ചെടി. എന്തിനാ അതും കാണിക്കണത്? ചായ വേണം അതിന് ഇരുന്നു. ഞാൻ ഉറങ്ങിയ സമയത്ത് ആദം ബേബി എനിറ്റു. പക്ഷെ എന്നെ വിളിച്ചില്ല കേട്ടോ. അവൻ ഡയറക്റ്റ് പോയി അമ്മിച്ചിനെ വിളിച്ചു. എന്നിട്ട് അമ്മിച്ചൻ എന്നെ വിളിച്ചേ. ഞാൻ വിളിച്ചു വന്ന മുറ്റത്തേക്ക് വാതിൽ തുറന്നു കിടക്കണ കാരണാന്ന് തോന്നുന്നു. ആള് അമ്മച്ചി പുറത്തുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ പെട്ടെന്ന് പുറത്തേക്ക് പോയി. എന്നെ അവൻ അന്വേഷിച്ചില്ല. ഭയങ്കര ചിരിയുള്ള ആള്. ഉണ്ണി എന്നോട് വിശേഷം. ഹലോ, ആദത്തിന് 2 അക്കീമിട്ടാ. ആ ഓക്കെ ഓക്കെ. 2 ചിക്ക 2 മീമി. ആ 2 മീമി. പിന്നെ എന്നിട്ട് വേണ്ടേ 2 പാപ്പ വേടാ. 2 മിഠായി. അപ്പാപ്പന്റെ ഫോൺ എടുത്ത് ഈ സമയം കളിക്കില്ല അവൻ. ഇത്ര ദിവസം അതൊന്ന് നശിപ്പിച്ച് ഇപ്പൊ തന്നെ അപ്പച്ചൻ ശരിയാക്കി കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നിട്ട് വീണ്ടും എടുത്തേക്ക. ഹലോ ബാബു ഇടുപോയി. കൊച്ചു നോക്കുമ്പോ ബാബു ചെല്ല്. അപ്പാപ്പനോട് ചെല്ല്. ചെരുപ്പിടാണല്ലേ അപ്പാപ്പന്റെ മോനെ കൂടി ഇതേ പോണു. കൊച്ചു വിളിക്കുന്ന നോക്കിയേ. അമ്മാമ്മ മാറാനുള്ള പറയണേ, ബാന്നല്ലേ പറയണേ. ഉണ്ണി ആദ്യം ഉണ്ണി അച്ഛോ എന്നെ മോൻ എടുക്കാൻ പോലെ ഉണ്ണി എടുക്കാൻ പോലെ. ഡാൻസ് കളിക്ക്. ആദ്യം ഡാൻസ് കളിക്കാൻ പോ.
അതേ അറിയില്ല സ്പീഡില് പോസ്. ഒന്നുകൂടി വിളിക്ക്, ഉറക്ക വിളിക്ക്. അവന്റെ മടിയിലിട്ട പേരിട്ടേക്കണ് ബാബുവേ. ബാബുയ്യാ എങ്ങടെ പോയാ? മാറി മാമ മാമ. അമ്മാമ്മനെ വീഴുണ്ട് ദൈവമേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.